പാർലമെന്റ് മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയായതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്ന തെക്കൻ കേരളത്തിലെ LDF സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ നേരിട്ട് കണ്ടാണ് രണ്ടാം ഘട്ട പ്രചാരണം. ഇന്നലെ തെക്കൻ കേരളത്തിലെ പാർലമെന്റ് മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയായതോടെ കടുത്ത ചൂടിനെ മറികടന്ന് രണ്ടാംഘട്ട പ്രചരണത്തിലാണ് സ്ഥാനാർത്ഥികൾ. വോട്ടർമാരെ നേരിൽ കണ്ട് അവരോട് സംവദിച്ചുമാണ് രണ്ടാംഘട്ട പ്രചാരണം. ഇനിയുള്ള ദിവസങ്ങളിൽ നിയോജകമണ്ഡലം കൺവെൻഷനുകളും മേഖലാ കൺവെൻഷനുകളും ചേരും. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ചാകും ഇനിയുള്ള പ്രചാരണം. നഗരപ്രദേശങ്ങളിലെ വോട്ടർമാരെ നേരിൽ കണ്ടായിരുന്നു തിരുവനന്തപുരത്തെ LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന്റെ പ്രചാരണം. കൊല്ലം നിയോജകമണ്ഡലത്തിലെ യുവജന കൺവെൻഷനുകളിലെത്തി വോട്ടഭ്യർത്ഥിച്ച് കൊല്ലത്ത് LDF സ്ഥാനാർത്ഥി N മുകേഷ് പ്രചാരണത്തിൽ സജീവമായി. കാഞ്ഞിരപ്പള്ളി മേഖലയിൽ കേന്ദ്രീകരിച്ചായിരുന്നു പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ TN തോമസ് ഐസക്കിന്റെ പ്രചാരണം. UDF NDA മുന്നണി സ്ഥാനാർത്ഥികൾ പ്രചാരണത്തിൽ സജീവമാകും മുമ്പേ രണ്ടാംഘട്ട പ്രചാരണത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞതിന്റെ ആവേശത്തിലാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ടുള്ള പ്രചാരണമാകും വരും ദിവസങ്ങളിലും സജീവമായി നടക്കുക. വിവിധ ബ്യൂറോകൾക്കൊപ്പം കൈരളി ന്യൂസ്, തിരുവനന്തപുരം.